ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്വീറ്റായ ഡേറ്റ്സ് മാമൂലാണ്. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ഡേറ്റ്സ് അകത്തെ സീഡൊക്കെ കളഞ്ഞ് ഇവിടെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പട്ട പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, 1/2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ പട്ട പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ബട്ടറും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് യോജിപ്പിച്ചെടുക്കേണ്ടത്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഉടച്ചെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിന് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് റവ, 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് മിൽക്ക്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 കപ്പ് മെൽറ്റഡ് ബട്ടർ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്യുമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന റവ, ഓൾ പർപ്പസ് ഫ്ലോർ, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഇത് നല്ലതുപോലെ ഇത് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് ഒഴിച്ച് ഒന്നും കൂടി ഇത് കുഴച്ചെടുക്കാം. ഈ മാവിനി മൂടി അരമണിക്കൂർ മാറ്റി വെക്കാം. ഡേറ്റ്സ് ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ഉടച്ചെടുത്തതാണ്. ഇനി ഇത് ഒരു സ്പൂണിലെടുത്തിട്ട് ചെറിയ ഉരുളയാക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഡേറ്റ്സ് എല്ലാം ഇവിടെ ഉരുട്ടി വെച്ചതാണിത്. മാമൂൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മോൾഡ് വേണം. ഇത് തടിയുള്ളതുകൊണ്ട് പ്ലാസ്റ്റിക്കിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇതിവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഈ മാവിനെ നന്നായിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ഉരുളയാക്കി ഉരുട്ടിയെടുക്കാം. ഈ ഉരുട്ടിയെടുത്ത മാവ് നടുക്കിലൊരു കുഴിവുണ്ടാക്കി അതിനുള്ളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് വെച്ചിട്ട് കവർ ചെയ്യാം. വീണ്ടും ഇത് ഒന്നുകൂടി ഉരുട്ടിയ ശേഷം മോൾഡ് എടുത്തിട്ട് ഈ മോൾഡിലേക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. അമർത്തിയ ശേഷം തട്ടിയെടുക്കാം. ഇങ്ങനെ എല്ലാ മാവും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ നിന്ന് മാറ്റാം. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ഐസിങ് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്യാം. ഡേറ്റ്സ് മാമൂൽ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണിത്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.